ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആൻഡ് ഓസിലേറ്റേഴ്സ് എന്നുള്ള പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഗുഡ് ഡിഫറൻഷിയേറ്റർ, ഓപ്ഷൻ എ, ദ ടൈം കോൺസ്റ്റന്റ് RC ഓഫ് ദ സർക്യൂട്ട് ഷുഡ് ബി മച്ച് സ്മോളർ ദാൻ ദ ടൈം പീരീഡ് ഓഫ് ദ ഇൻപുട്ട് വേവ്. ഓപ്ഷൻ ബി, the value of XC should be 10 or more times larger than R at the operating frequency. Option C, both A and B. Option D, none of the above. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുഡ് ഡിഫറൻഷിയേറ്റർ, അതായത് ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും കൂടെ ചേർത്തിട്ട് ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഫോം ചെയ്യുകയാണ്. അതെങ്ങനെയാ ഫോം ചെയ്യുക? ഇൻപുട്ടിൽ ഒരു കപ്പാസിറ്ററും കൊടുക്കും, ഔട്ട്പുട്ട് സൈഡിൽ ഒരു റെസിസ്റ്ററും കൊടുക്കും. ഈ സർക്യൂട്ട് ആണ് നമ്മുടെ. എന്നിട്ട് ഇവിടുന്ന് റെസിസ്റ്ററിന് അക്രോസ് ആണ് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, വി ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്. ഇതിന്റെ സ്പെഷ്യാലിറ്റി, ഇത് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു d/dt ഓഫ് ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഇതൊരു ഹൈ പാസ് ഫിൽട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇത് ഒരു പാസീവ് RC ഡിഫറൻഷിയേറ്റർ ആണ്. സീരീസ് കണക്റ്റഡ് RC നെറ്റ്വർക്ക് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഒരു ഡിഫറൻസിയേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, അതായത് RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോ ആണ്. അതായത് R/C എന്ന് പറയുന്നത് വെരി വെരി ലെസ് ദാൻ ടൈം പീരീഡ് ആയിരിക്കണം. ടൈം പീരീഡ്, ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ ഡിഫറൻസിയേഷൻ അച്ചീവ് ചെയ്യാനുള്ള. രണ്ടാമത്തെ ക്രൈറ്റീരിയ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറയുന്നത് വെരി വെരി ഗ്രേറ്റർ ദാൻ 10 × R. ആറിന്റെ വാല്യൂവിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ വെരി വെരി ഗ്രേറ്റർ ആയിരിക്കണം എന്ത്? XC എന്ന് പറയുന്നത്. XC വെരി വെരി ഗ്രേറ്റർ ദാൻ 10R ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മുടെ ഒരു ഡിഫറൻസിയേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ നോക്കുക. ദ ടൈം കോൺസ്റ്റന്റ് RC, അതായത് ടോ ഓഫ് ദ സർക്യൂട്ട് ഷുഡ് ബി മച്ച് സ്മോളർ ദാൻ, അതായത് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മച്ച് സ്മോളർ ദാൻ ടൈം പീരീഡ് T. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC ഷുഡ് ബി വെരി വെരി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? ലാർജർ ദാൻ 10 × R ആയിരിക്കും. 10 or more times larger than R at the operating frequency. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് RC ഡിഫറൻഷിയേറ്ററിന്റെ കാര്യമാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ RC ഇന്റഗ്രേറ്ററിന്റെ കാര്യം കൂടെ നോക്കാം. ഇന്റഗ്രേറ്ററിൽ എന്ന് പറയുമ്പോൾ അതിന്റെ സർക്യൂട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇൻപുട്ടിൽ റെസിസ്റ്ററും ഔട്ട്പുട്ടിൽ കപ്പാസിറ്ററും. എന്നിട്ട് കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിരിക്കും നമ്മൾ വി ഔട്ട് എടുക്കുക. ഓക്കെ, അവിടെ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, അവിടെയും ഇതേപോലെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് RC വിൽ ബി ഗ്രേറ്റർ ദാൻ T ആയിരിക്കണം. ഓക്കെ, RC എന്ന് പറയുന്നത് വെരി വെരി ഗ്രേറ്റർ ദാൻ T ആയിരിക്കണം. അതേപോലെ തന്നെ R എന്ന് പറയുന്നത് വെരി വെരി ഗ്രേറ്റർ ദാൻ 10XC ആയിരിക്കണം. ഈ രണ്ട് ഡിഫറൻസും നോക്കുക. ഇത് ഡിഫറൻഷിയേറ്ററിന്റെ കേസും ഇത് ഇന്റഗ്രേറ്ററിന്റെ കേസും. ഇവിടെ RC ഷുഡ് ബി വെരി വെരി ഗ്രേറ്റർ ദാൻ T ആയിരിക്കണം. അതേപോലെ R വെരി വെരി ഗ്രേറ്റർ ദാൻ 10XC ആയിരിക്കണം. ഇവിടെ XC എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും ഓർത്തിരിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്ററിന്റെ കാര്യമാണ്. ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a signal passes through an integrator, the amplitude of the noise signal. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് സർക്യൂട്ട് വരിക. കപ്പാസിറ്ററിന് അക്രോസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് എടുക്കുക. ഇവിടെ ഇത് ഒരു ലോ പാസ് ഫിൽട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെയൊക്കെ അത് പാസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസി ഉള്ള നോയിസ് സിഗ്നൽസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്രീക്വൻസി നോയിസ് സിഗ്നലിനെ അറ്റിന്യൂവേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും? നോയിസ് സിഗ്നൽസ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ നോയിസ് സിഗ്നൽസ് റെഡ്യൂസ് ചെയ്യും.
ലോ സിഗ്നൽസിനെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഹൈ ഫ്രീക്വൻസി നോയിസ് സിഗ്നലിനെ അറ്റന്യൂവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നോയിസ് സിഗ്നൽ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഡിഫറൻഷിയേറ്ററിന്റെ കേസും കൂടെ നമുക്ക് ഇവിടെ പറയാം. ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പാസ് ഫിൽട്ടർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹൈ ഫ്രീക്വൻസി ആണ് പാസ് ചെയ്യുക. അപ്പോൾ ആ കേസിൽ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ നോയിസ് സിഗ്നൽ ഇൻക്രീസ് ചെയ്യുക അഥവാ എൻഹാൻസ് ചെയ്യുകയായിരിക്കും ചെയ്യുക. എൻഹാൻസ് ചെയ്യും എവിടെയാണ്? ഡിഫറൻഷിയേറ്ററിന്റെ കണ്ടീഷനിൽ. ഇന്റഗ്രേറ്ററിന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ നോയിസ് സിഗ്നൽ റെഡ്യൂസ്ഡ് ആണ് റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹാർട്ട്ലി ഓസിലേറ്റർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ റേഡിയോ റിസീവേഴ്സ് ആണ്. ഓക്കെ, റേഡിയോ റിസീവേഴ്സിലാണ് നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള RF ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? റേഡിയോ റിസീവേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്റ്റേബിൾ റേഡിയോ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നു. റേഡിയോ ഫ്രീക്വൻസിയുടെ റേഞ്ച് എത്രയാണ്? 20 kHz to 30 MHz റേഞ്ചിലാണ്. മാത്രമല്ല വേണമെങ്കിൽ 30 kHz to 30 MHz എന്നും പറയാം. ഇതാണ് റേഡിയോ ഫ്രീക്വൻസി റേഞ്ച്. നമുക്ക് ഓസിലേറ്റേഴ്സിന്റെ കമ്പാരിസൺ ഒന്ന് നോക്കാം. ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്നാമത്തത് സൈൻസോയിഡൽ, രണ്ടാമത്തെന്ന് പറയുന്നത് നോൺ സൈനസോയിഡൽ. ഈ നോൺ സൈനസോയിഡൽ ആണ് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്. അതിൽ സൈനസോയിഡിൽ വരുന്നതാണ് ഒന്നാമത്തത് LC ഓസിലേറ്റർ, രണ്ടാമത്തത് RC ഓസിലേറ്റർ, മൂന്നാമത്തത് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ, അപ്പോ ഇതിനകത്ത് വരുന്ന LC ഓസിലേറ്ററിൽ വരുന്ന ഒന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഹാർട്ട്ലി ഓസിലേറ്റർ. ഓക്കെ, ഹാർട്ട്ലി ഇതിൽ വരും. അതേപോലെ കോൾപിറ്റ് ഓസിലേറ്റേഴ്സ് ഇതിലുണ്ടാവും. അതേപോലെ തന്നെ ക്ലാപ്പ് ഓസിലേറ്റർ. ഇതാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടും നോക്കേണ്ട ഒരു കാര്യം, LC ഓസിലേറ്ററിനകത്തെ ഈ കാണുന്ന ഹാർട്ട്ലിയും കോൾപിറ്റും ക്ലാപ്പ് ഓസിലേറ്റേഴ്സും ഒക്കെയും RF ഫ്രീക്വൻസി ആയിരിക്കും. അതായത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ വർക്ക് ചെയ്യുന്നവയായിരിക്കും. RC ഓസിലേറ്റേഴ്സിന്റെ കൂട്ടത്തിലുള്ളതാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, അതേപോലെ തന്നെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ്, AF റേഞ്ചിലുള്ള ഓസിലേറ്റേഴ്സ് ആയിരിക്കും. ഇവിടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ടൈപ്പ് ഓഫ് LC ഓസിലേറ്റർ തന്നെയാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ കൂടെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. മാത്രമല്ല ഇതിന്റെ മെയിൻ കാര്യം കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. പിന്നെ പറയുന്നത് നോൺ സൈനസോയിഡൽ ആണ്. നോൺ സൈനസോയിഡലിൽ വരുന്നതാണ് നമ്മുടെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വരും, അതേപോലെ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വരും, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വരും. ഇതൊക്കെ എന്താണ്? റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് ആണ്. അപ്പൊ ഈ പോയിന്റ്സ് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇവിടെ ഓപ്ഷൻ A ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ സ്ക്വയർ വേവ് ജനറേറ്റർ. സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. കാരണം നമുക്ക് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റും ഇല്ല. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ് വേവ് ഫോംസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഒരു 2 ലെവൽസിന് ഇങ്ങനെ ഒരു ലോ ലെവലും ഒരു ഹൈ ലെവലിനും ഇടയിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് ഉണ്ടാവുന്നു. അപ്പൊ അത് ശരിക്കും ഒരു സ്ക്വയർ വേവിനെ റിസംബിൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാം. പക്ഷെ ബൈസ്റ്റേബിളിന്റെ കേസിൽ എന്താണ് വരിക? അതിന്റെ സ്റ്റേറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ലോ സ്റ്റേറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രിഗർ എക്സ്റ്റേണലി വന്നാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകൂ. എന്നിട്ട് നെക്സ്റ്റ് ട്രിഗർ വരുന്നത് വരെയും ആ ഒരു വേവ് ഫോം കണ്ടിന്യൂ ചെയ്തു പോവും. നെക്സ്റ്റ് ട്രിഗർ വന്നാൽ മാത്രം ലോ സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, അപ്പോ അതിന് 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേബിൾ സ്റ്റേറ്റ് സ്വിച്ച് ചെയ്യുന്നതിന് ഒരു എക്സ്റ്റേണൽ ട്രിഗറിന്റെ ആവശ്യമുണ്ട് ബൈസ്റ്റേബിളിന്റെ കേസിൽ. പക്ഷെ അസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ ആണ്. അതിനൊരു എക്സ്റ്റേണൽ പൾസ് വേണ്ട. നമ്മൾ ലോ ഹൈ അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു സ്ക്വയർ വേവിന് സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ സ്ക്വയർ വേവ് ജനറേറ്റർ എന്നും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
മോസ്റ്റ് സ്യൂട്ടബിൾ സർക്യൂട്ട് ടു ജനറേറ്റ് 1 kHz സിഗ്നൽ. അപ്പൊ നമ്മൾ നോക്കുക, നേരത്തെ പറഞ്ഞിരുന്നു 1 kHz സിഗ്നൽ. RF ഓസിലേറ്റേഴ്സ് ആണ് നമ്മുടെ ഹാർട്ട്ലി കോൾപിറ്റ്സ് ഒക്കെ. RF ഓസിലേറ്റർ നമ്മൾ പറഞ്ഞിരുന്നു 20 kHz ടു ഒരു 30 GHz റേഞ്ച് ആണ്. അപ്പൊ അതിന് ലോ വരുന്നതൊക്കെ AF റേഞ്ച് ആയിരിക്കും. ഓക്കെ, AF റേഞ്ച് എന്ന് പറയുന്നത് 20 Hz ടു 20 kHz ആണെങ്കിലും നമ്മുടെ റേഞ്ച് RC ഫേസ് ഷിഫ്റ്റിന്റെയും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സിന്റെയും റേഞ്ച് കോമൺ ആയിട്ടും പറയുന്നത് 1 Hz ടു 1 MHz ആണ് വെയിൻ ബ്രിഡ്ജിൻ്റെത്. അതേപോലെ RC ഫേസ് ഷിഫ്റ്റിൻ്റെത് 1 Hz ടു 10 MHz ആണ്. അതായത് ഇവിടെ നമ്മൾ RF ഫ്രീക്വൻസി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് കോൾപിറ്റ്സും ഹാർട്ട്ലിയാണ്. അത് ക്ലിയർ ആണല്ലോ. AF ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ റേഞ്ച് 20 to 20 kHz ആണെങ്കിലും നമ്മൾ സം AF ഓസിലേഷൻ എസ്പെഷ്യലി എന്താണ് യൂസ്ഡ് ഫോർ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഈ AF ഓസിലേഷൻസ് ഡിസൈൻ ചെയ്യുന്നത് ഒരു വേരിയബിൾ ഫ്രീക്വൻസി റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ആ ഫ്രീക്വൻസി എൻഡഡ് അപ് ടു 1 MHz ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 1 MHz റേഞ്ച് വരെയും നമുക്ക് ഈ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സും യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പക്ഷെ ആ കൺഫ്യൂഷൻ ഒന്നും വരില്ല. കാരണം മോസ്റ്റ് സ്യൂട്ടബിൾ സർക്യൂട്ട് ടു ജനറേറ്റ് 1 kHz, അതായത് 1 kHz റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു AF റേഞ്ചിനുള്ളിലല്ലേ വരിക. 20 ഹെഡ്സിനും 20 kHzന്റെയും ഇടയിൽ വരുന്ന ഒരു റേഞ്ച് ആണ് 1 kHz. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും ഇവിടെ 1 kHz സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പക്ഷെ അപ്പൊ ഇതിൽ 2 ഓപ്ഷൻസും ഉണ്ട്. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. കാരണം സ്റ്റെബിലിറ്റിയുടെ കേസിൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുക ഹൈ സ്റ്റേബിൾ ആയിട്ടുള്ള ഡിസ്റ്റോഷൻ ലെസ് ആയിട്ടുള്ള ഒരു 1 kHz സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ കോമൺലി യൂസ് ചെയ്യുന്നത് വെയിൻ ബ്രിഡ്ജ് തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും 1 kHz സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ അത് ലെസ് സ്റ്റേബിൾ ആണ്. ഇത് സിംപ്ലർ സർക്യൂട്ട് ആയിരിക്കും, പക്ഷേ സ്റ്റെബിലിറ്റി കുറവാണ്. മാത്രമല്ല ഡിസ്റ്റോഷൻ ഹൈ ആണ്. അതുപോലെ തന്നെ ലെസ് സ്റ്റേബിൾ അറ്റ് ലോ ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓസിലേറ്റർ ടു പ്രൊഡ്യൂസ് 1 kHz സിഗ്നൽ എന്ന് പറയുന്നത് വെയിൻ ബ്രിഡ്ജ് ആണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. മാത്രമല്ല AF റേഞ്ച് ആണ് 20 Hz to 20 kHz എങ്കിലും നമ്മൾ AF റേഞ്ചിൽ യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സ് ഒരു 1 MHz റേഞ്ച് വരെയും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ RF റേഞ്ചിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ, ക്ലാപ്പ് ഓസിലേറ്റർ, ഇതെല്ലാം RF റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ യൂസ് ചെയ്യുന്നവയാണ്. അതിന്റെ റേഞ്ച് എത്രയാണ്, 20 kHz മുതൽ, അതായത് ഇത് എൻഡ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി മുതൽ 30 GHz റേഞ്ചിലാണ്. ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഓസിലേറ്റേഴ്സ് ആണ് അതെല്ലാം. സോ ഇവിടെ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റിലാക്സേഷൻ ഓസിലേറ്റർ ഈസ് വൺ വിച്ച് പ്രൊഡ്യൂസ് നോൺ സിനുസോയിഡൽ ഔട്ട്പുട്ട്. നോൺ സൈനുസോയിഡൽ ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം, സൈൻ അല്ലാത്ത സ്ക്വയർ വരാം, സോ ടൂത്ത് വരാം, അതേപോലെ തന്നെ ട്രയാങ്കുലാർ വരാം. ഓക്കെ, ട്രയാങ്കുലാർ വരാം. ഇത്രയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്. അപ്പൊ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അസ്റ്റേബിൾ ഉണ്ട്, അതേപോലെ മോണോസ്റ്റേബിൾ ഉണ്ട്, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. സോ എ റിലാക്സേഷൻ ഓസിലേറ്റർ ഈസ് വൺ വിച്ച് പ്രൊഡ്യൂസ് നോൺ സിനുസോയിഡൽ ഔട്ട്പുട്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which multivibrator can be used for storing digital data? ഡിജിറ്റൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൾട്ടി വൈബ്രേറ്റർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവിടെ നമുക്ക് 2 സ്റ്റേബിൾ സ്റ്റേറ്റ് വേണം, 2 സ്റ്റേബിൾ സ്റ്റേറ്റ് വേണം. കാരണം 0, 1 അങ്ങനെയുള്ള 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവണം. നമുക്ക് ഡിജിറ്റൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്സ്, ലാച്ചസ് ആണ് നമ്മൾ ഡേറ്റ സ്റ്റോറിങ്ങിന് 1 ബിറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, ക്ലോക്ക് പൾസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ലോ, ദെൻ ഒരു ഹൈ, പിന്നൊരു ലോ, പിന്നൊരു ഹൈ, അതായത് എപ്പോഴൊക്കെ ക്ലോക്ക് പൾസ് കൊടുക്കുന്നോ അപ്പോഴൊക്കെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഒരു ലോയിൽ നിൽക്കുമ്പോൾ ഒരു ക്ലോക്ക് പൾസ് കൊടുത്താൽ ഹൈയിലേക്ക് പോകും, ദെൻ ഹൈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ലോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ 2 സ്റ്റേബിൾ സ്റ്റേറ്റിനിടയിൽ സ്വിച്ച് ചെയ്യുന്ന സർക്യൂട്ട് ഇതിൽ ഏതാണ്,
ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും യൂസ് ചെയ്യാം. സ്ക്വയർ വേവ് ജനറേറ്റർ, അതായത് ഒരു എക്സ്റ്റേണൽ പൾസും ഇല്ലാണ്ട് ഒരു ഫ്രീ റണ്ണിങ് ആയിട്ടുള്ള ഒരു സ്ക്വയർ വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്ക്വയർ വേവ് ജനറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ അസ്റ്റേബിളും ആണ്. നമ്മൾ ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ 2 പോയിന്റ്സ് ഓർത്തേക്കുക. സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് പറയുന്നത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും സ്റ്റോറിംഗ് ഡിജിറ്റൽ ഡേറ്റ എന്ന് പറയുന്നത് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററുമാണ്. നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ലാച്ചിനോടൊക്കെ സിമിലർ ആയിരിക്കും. അവിടെ ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് പൾസും ഉണ്ടാവും. ആ പൾസിന്റെ ബേസിൽ സ്റ്റേറ്റസ് ചേഞ്ച് ചെയ്ത് 0101 പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ്, നമ്മളിപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ, 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഒരു ലോ സ്റ്റേറ്റും ഒരു ഹൈ സ്റ്റേറ്റും 0ക്കും 1നും ഇടയിൽ സ്വിച്ച് ചെയ്യും. അത് ബൈനറി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൾട്ടി വൈബ്രേറ്റർ ആണ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൻസർ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഒബ്ജക്ട് വിതൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്ട്? ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ലാണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്താണ്? പ്രോക്സിമിറ്റി സെൻസർ ആണ്. ഓക്കെ, അപ്പോ എന്താണ്? LVDT ഒക്കെ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ ആണ്. അതായത് അതിന്റെ ഒരു ലീനിയർ മൂവ്മെന്റിനനുസരിച്ചിട്ടാണ് സെൻസിങ് നടക്കുക. തെർമോകപ്പിളിലും അതുപോലെ ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്നു, ലോഡ് സെല്ലിൽ ഫോഴ്സിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെല്ലാം ടച്ചിങ് ആവശ്യമായിട്ടുണ്ട്. പക്ഷെ ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും ഇല്ലാണ്ട് സെൻസ് ചെയ്യുന്ന ഡിവൈസ് ആണ്, ഒരു ഇലക്ട്രിക്കലി അതിനെ സെൻസ് ചെയ്യുന്ന ഡിവൈസ് ആണ് പ്രോക്സിമിറ്റി സെൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഫ്രിക്ഷൻ കാരണമോ ഒന്നും ഉണ്ടാവുന്ന ഡാമേജസ് നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following does not belong to the category of LC oscillators? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? LC ഓസിലേറ്റർ, അതേപോലെ RC ഓസിലേറ്റർ. നെക്സ്റ്റ് ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒന്നാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ, അപ്പൊ ഇതിൽ LC ഓസിലേറ്ററിൽ വരുന്നവയാണ് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ, അതേപോലെ തന്നെ കോൾപിറ്റ്സ് ഓസിലേറ്റർ, ദെൻ ക്ലാപ്പ് ഓസിലേറ്റർ. ഇവിടെ RC ഓസിലേറ്ററിന് വരുന്നതാണ് നമ്മുടെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, അതേപോലെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, അപ്പോ നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ LC ഓസിലേറ്റർ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി RF ഓസിലേറ്റേഴ്സ് ആണ്. RC ഓസിലേറ്റർ എന്ന് പറയുന്നത് ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്ററും എന്ത് തന്നെയാണ്? റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് തന്നെയാണ്. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് LC സർക്യൂട്ട് അല്ല, അതായത് ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ അല്ല ഫീഡ്ബാക്കിൽ യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? ഫ്രീക്വൻസി ഡിറ്റർമിനിങ് കമ്പോണൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതൊന്നും അല്ല. നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ഒരു എക്സ്ട്രാ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ LC ഓസിലേറ്ററിന്റെ കാറ്റഗറിയിൽ പെടുന്ന അല്ലാത്തത് ഏതാണ് ഇവിടെ? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഹാർട്ട്ലിയും കോൾപിറ്റ്സും ഒക്കെ ഈ ഒരു LCയുടെ കാറ്റഗറിയിൽ തന്നെ പെടും. വിച്ച് ഓസിലേറ്റർ ഡസ് നോട്ട് ബിലോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ വേവ് ഓസിലേറ്റർ ഈസ് ഡാഷ് മൾട്ടി വൈബ്രേറ്റർ. നമ്മൾ പറഞ്ഞു സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് പറഞ്ഞ എന്താണ്? അസ്റ്റേബിൾ ആണ്. ബൈസ്റ്റേബിൾ ആണെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബൈനറി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. ബൈനറി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പക്ഷേ സ്ക്വയർ വേവ് അഥവാ ഫ്രീ റണ്ണിങ് എന്ന് പറയും. നമുക്കറിയാം ഒരു പൾസസും എക്സ്റ്റേണലി കൊടുക്കാണ്ട് തന്നെ നമുക്കൊരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അസ്റ്റേബിൾ. കാരണം അസ്റ്റേബിൾ എപ്പോഴും ഒരു ലോ ഹൈ അങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the distortion in an amplifier is found to be 3%. നമ്മൾ നോക്കേണ്ടത് ഇവിടെ ആംപ്ലിഫയറിന്റെ കേസിൽ ഡിസ്റ്റോഷൻ ആണ് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്കോട് കൂടിയ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് 3% ആണ്. when the feedback ratio of negative feedback amplifier is 0.03. ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ എന്ന് പറഞ്ഞാൽ 0.04 ആണെന്ന് പറയുന്നു. വെൻ ദ ഫീഡ്ബാക്ക് ഈസ് റിമൂവ്ഡ്, അതായത് ഫീഡ്ബാക്ക് റിമൂവ് ചെയ്യുമ്പോൾ ദ ഡിസ്റ്റോഷൻ ബിക്കം 15%. ഓക്കെ ആണല്ലോ. ദെൻ ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എ ആണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ആംപ്ലിഫയറിന്റെ കേസ് ആണ് പറയുന്നത്. അപ്പൊ അത് എന്ത് ഫീഡ്ബാക്ക് ആയിരിക്കും?
നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഡിസ്റ്റോർഷന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബീറ്റ എന്നുള്ളതാണ്. ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതായത് ആംപ്ലിഫയർ ആയതുകൊണ്ടാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇതൊരു ഓസിലേറ്റർ ആയിരുന്നു എങ്കിൽ അവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്നേനെ, ഇവിടുത്തെ സൈൻ നെഗറ്റീവ് ആയേനെ, ഡി ഡിവൈഡഡ് ബൈ എ മൈനസ് എ ബീറ്റ ആയേനെ. പക്ഷെ ഇവിടെ ആംപ്ലിഫയർ ആയതുകൊണ്ട് ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ 1 പ്ലസ് എ ബീറ്റ ആണ് കറക്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷനകത്ത് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഈ വാല്യൂസ്. അപ്പോൾ ഡി എഫ് എന്ന് പറയുമ്പോൾ 3 ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു 0.04. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എങ്ങനെയാ വരിക? 3 പ്ലസ് 3 ഇൻറ്റു എ ഇൻറ്റു 0.04 ഈക്വൽ ടു 15 എന്ന് വരും. ദെൻ 15 മൈനസ് 3 എന്ന് പറയുമ്പോൾ 12 വരും. എ ഈക്വൽ ടു ആ 12 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 0.04. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 400 ഡിവൈഡഡ് ബൈ 4 that is equal to 100 എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ ഡി എഫ് ഈക്വൽ ടു ഡി ബൈ 1 മൈനസ് എ ബീറ്റ വരും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഏത് സർക്യൂട്ടിലാണ് വരിക? ഓസിലേറ്റർ സർക്യൂട്ടിലാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഈസ് 60 dB. It decreases to 40 dB with feedback. Then the feedback factor is. ഇവിടെയും അതേ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ ഡിസ്റ്റോർഷൻ അല്ല പറയുന്നത്, വോൾട്ടേജ് ഗെയിൻ ആണ് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ആവുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? എ എഫ് ഈക്വൽ ടു എന്താണ്? എ എഫ് ഈക്വൽ ടു എ ബൈ 1 പ്ലസ് ആണോ മൈനസ് ആണോ? ആംപ്ലിഫയർ ആണ്, അതുകൊണ്ട് എന്തായിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് സൈൻ ആണ് വരിക. ഓസിലേറ്റേഴ്സിന്റെ കേസിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരിക? ഓസിലേറ്റേഴ്സിന്റെ കേസിൽ അവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. അവിടെ ഇക്വേഷൻ വരുന്നത് എ എഫ് ഇസ് ഈക്വൽ ടു എ ബൈ 1 മൈനസ് എ ബീറ്റ ആയിരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇത് തന്നെയാണ്, കാരണം ഇത് ആംപ്ലിഫയർ ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ എ എഫ് ഈക്വൽ ടു എ ബൈ 1 പ്ലസ് എ ബീറ്റ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ തന്നേക്കുന്നത്? ആംപ്ലിഫയർ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്, അതായത് എ എന്ന് പറഞ്ഞാൽ 60 dBയും അതേപോലെ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് എ എഫ് എന്ന് പറയുന്നത് 40 dBയും ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഡയറക്ട്ലി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. 40 dB ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 60 ഇൻറ്റു ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ 40 പ്ലസ് 40 ഇൻറ്റു 60 ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. ദെൻ നമ്മൾ ഇതിന്ന് ബീറ്റ കണ്ടുപിടിക്കുക. ബീറ്റ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാ കിട്ടുക? ബീറ്റ ഇസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ, അതായത് 60യിൽ നിന്നും 40 മൈനസ് ചെയ്യുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 60. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് 1/120 എന്ന് കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ 0.00833 എന്നാണ് കിട്ടുക. So option B is the right answer. 0.00833. ഇത് നമുക്ക് ചെയ്യാൻ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. എ എഫ് ഈക്വൽ ടു എ ബൈ 1 പ്ലസ് എ ബീറ്റ. അത് മാത്രമല്ല, അത് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസ് ആണെന്ന് ഓർത്തിരിക്കുക. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഓസിലേറ്റർ ആയിരിക്കും, ആംപ്ലിഫയറിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. ഇക്വേഷൻ ഇതായിരിക്കും. ഓസിലേറ്ററിന്റെ കേസിൽ പോസിറ്റീവ് ഫീഡ്ബാക്കും ഇക്വേഷൻ ഇതായിരിക്കും. ഇതാണ് ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.